അധ്യായം 1 തിരുജന്മം. മക്കയിലെ ഉന്നത കുടുംബമാണ് ഖുറൈശ്. ഖുറൈശികളിലെ പ്രമാണിയാണ് അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിൻ്റെ 13 ആൺമക്കളിൽ ഒരാളാണ് അബ്ദുള്ള. സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു ചെറുപ്പക്കാരൻ. എപ്പോഴും പിതാവിനൊപ്പം തന്നെ ഉണ്ടാകും. കുടുംബത്തിലെന്ന പോലെ മക്കക്കാർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു അദ്ദേഹം. അനാവശ്യങ്ങൾ ഉറഞ്ഞു തുള്ളിയ സമൂഹത്തിൽ അബ്ദുള്ള വേറിട്ടു നിന്നു. അന്ധവിശ്വാസങ്ങൾ അടക്കിവാണ കാലം. പക്ഷേ അദ്ദേഹത്തിന് അതന്യമായിരുന്നു. ന്യായമായും മക്കയിലെ തരുണികൾ ഈ യുവാവിനെ ആഗ്രഹിച്ചു. ചിലർ ആഗ്രഹം അറിയിച്ചു, മറ്റു ചിലർ നേരിട്ടു തന്നെ വിളിച്ചു പറഞ്ഞു. എന്നാൽ അബ്ദുള്ള അതിനൊന്നും അനുകൂലമായി പ്രതികരിച്ചില്ല. മോഹന വാഗ്ദാനങ്ങളോടെ ചില കുലീന വനിതകൾ അഭിലാഷം പങ്കുവച്ചു. ഫലമുണ്ടായില്ല. നാട്ടുനടപ്പ് പ്രകാരം അബ്ദുള്ളക്ക് വിവാഹപ്രായമായപ്പോൾ കുടുംബക്കാരും വിവാഹാന്വേഷണങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. അതാ നല്ല ഒരു അന്വേഷണം. കുലീനയായ വഹബിൻ്റെ മകൾ ആമിന. കുടുംബക്കാർക്ക് തന്നെ ബോധിച്ചു. എന്തുകൊണ്ടും അബ്ദുള്ളക്ക് യോജിച്ച ഒരു പെൺകുട്ടി. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ പരസ്പരം സമ്മതമായി. ശ്രദ്ധേയമായ ഒരു വിവാഹം. നടപ്പുരീതികളിൽ നിന്ന് വിഭിന്നമായി പ്രൗഢമായിരുന്നു സദസ്സ്. വാദ്യമേളങ്ങളോ ആരവങ്ങളോ ഉണ്ടായിരുന്നില്ല. വധുവരന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രമുഖർ ഒത്തുകൂടി പരസ്പരം ആദര ബഹുമാനങ്ങൾ പങ്കുവച്ചു. വിവാഹ ഉടമ്പടി പൂർത്തിയായി. അബ്ദുള്ള ആമിന ദമ്പതികളുടെ ദാമ്പത്യ ജീവിതം മക്കക്കാർക്ക് കൗതുകം പകർന്നു. ഇണക്കുരുവികളുടെ ഒത്തൊരുമ ആരെയും അസൂയപ്പെടുത്തി. ദമ്പതികളുടെ ജീവിത വല്ലരിയിൽ മധു നിറഞ്ഞു. ആമിന ഗർഭവതിയായി. അപ്പോഴേക്കും മക്കയിൽ നിന്ന് കച്ചവട സംഘം പുറപ്പെടാനുള്ള നാളുകളായി. ഭാര്യയെ തനിച്ചാക്കി അബ്ദുള്ളയും വ്യാപാര സംഘത്തിൽ ചേർന്നു. വിധിക്ക് പല നിർണയങ്ങളുണ്ട്. വിധിക്കുന്നവന് അതിൽ പരമാധികാരവും ലക്ഷ്യങ്ങളുമുണ്ട്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല തന്നെ. അതെ, മടക്കയാത്രയിൽ മദീനയിൽ വെച്ച് അബ്ദുള്ള രോഗഗ്രസ്തനായി. തുടർന്ന് പരലോകം പ്രാപിച്ചു. വിവരമറിഞ്ഞ പത്നി ദുഃഖം കടിച്ചിറക്കി വിധിയോട് പൊരുത്തപ്പെട്ടു. ഒപ്പം സ്നേഹഭാചനം സമ്മാനിച്ച ഗർഭത്തെ പരിപാലിച്ചു കാത്തിരുന്നു. AD 571 ഏപ്രിൽ 20 തിങ്കളാഴ്ച പ്രഭാതത്തിൽ ആമിന ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അതായിരുന്നു പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിൻ്റെ കൺമുന്നിലേക്ക് കടന്നു വന്ന തിരുജന്മം.